ഹലോ നമസ്കാരം. ഇന്ന് ഈ വീഡിയോയിൽ സ്പൈഡർമാൻ ഫാർ ഫ്രം ഹോമിൻ്റെ ട്രെയിലറിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. എല്ലാവരും ഉള്ളിലുള്ള ഒരു ഡൗട്ടാണ്, അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാറിന് ശേഷമുള്ള സ്റ്റോറിയാണോ അതോ അതിന് മുമ്പുള്ള സ്റ്റോറിയാണോ ഫാർ ഫ്രം ഹോമിൽ വരാൻ പോകുന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ബെല്ലൈക്കണും ഇനേബിൾ ചെയ്യുക. MCUവിൻ്റെ രണ്ടാമത്തെ സ്പൈഡർമാൻ സീരീസാണ് ഈ ഫാർ ഫ്രം ഹോം. MCU ഇതിനു മുമ്പ് 3 പടങ്ങളിൽ സ്പൈഡർമാനെ കാണിച്ചു. അതിൽ ഒന്ന് ഹോം കമ്മിങ്ങും, പിന്നീട് ഫസ്റ്റ് വന്നത് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക സിവിൽ വാറിലാണ്, പിന്നീട് വന്നിട്ടുള്ള ഒരു മൂവിയാണ് നമ്മുടെ ഈ ഹോം കമ്മിങ് എന്ന് പറയുന്നത്. അതിനുശേഷമാണ് നമ്മൾ ഇൻഫിനിറ്റി വാറിലാണ് സ്പൈഡർമാനെ കണ്ടത്. അപ്പോൾ എല്ലാവരും ഇനി ചിന്തിക്കുക, കാരണം ഓൾറെഡി താനോസിൻ്റെ സ്നാപ്പിൽ സ്പൈഡർമാൻ വൈപ്പായി പോയതാണ് ടൈറ്റിലിൽ വെച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഇറങ്ങുന്ന ഫാർ ഫ്രം ഹോം അതിൻ്റെ ആ വേർഡിൻ്റെ മീനിങ് വെച്ചിട്ട് കുറേ ആൾക്കാർ ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഫാർ ഫ്രം ഹോം എന്ന പേരിലാണ് ഈ പടം വരുന്നത്. അപ്പോൾ ടൈറ്റനിൽ നിന്നിട്ടുള്ള ഭൂമിയിലേക്കുള്ള ആ ദൂരം അതാണോ ഈ സിനിമയിൽ ഉദ്ദേശിച്ചത് എന്നുള്ള ഡൗട്ടിലാണ് പല ആൾക്കാരും ഇപ്പോഴും എന്നോട് സംശയങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. MCUവിനെ കുറിച്ച് അറിയുന്ന കുറച്ച് ആൾക്കാർക്കെങ്കിലും ട്രെയിലർ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്താണ് ഈ ഫാർ ഫ്രം ഹോമിൻ്റെ ട്രെയിലറിൽ അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതായത് ഒരു പ്യുവർ മാർക്കറ്റിംഗ് ആണ് അവർ MCU ചെയ്തിട്ടുള്ളത്. കാരണം ഇതിനു മുമ്പ് ക്യാപ്റ്റൻ മാർവലിൻ്റെ ട്രെയിലർ ഇറക്കി, ഇപ്പോൾ ഫാർ ഫ്രം ഹോമിൻ്റെ ട്രെയിലർ ഇറക്കി. അപ്പോൾ ഇത് ഇൻഫിനിറ്റി വാറിൻ്റെ അടുത്ത പാട്ട് ഇപ്പോൾ എൻഡ് ഗെയിം വരാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഹൈപ്പിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഇത്രയും പെട്ടെന്ന് റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ട്രെയിലറുകൾ. അപ്പോൾ സോണിയുടെ കയ്യിലാണ് സ്പൈഡർമാൻ്റെ മൂവീസിൻ്റെ ഫുൾ സീരീസിൻ്റെ റൈറ്റ്സ് ഇരിക്കുന്ന കാരണം കൊണ്ട് അവരും സോണിയും MCUവും ചേർന്നിട്ടാണ് ഇപ്പോൾ ഫാർ ഫ്രം ഹോം റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ട്രെയിലറിൽ പുതിയ ഒരു വില്ലനൊക്കെ കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ പുതിയൊരു ക്യാരക്ടർ കാണിക്കുന്നുണ്ട്. എന്താ ക്വൻ്റൻ ബേക്ക് എന്ന് പറയുന്നത് ആള് ഇതിനു മുമ്പ് MCUവിൽ വന്നിട്ടില്ല, ഫസ്റ്റ് ടൈം MCUവിൽ വരാണ്. മാർവൽസിൻ്റെ ഇതിനു മുമ്പ് സിനിമകളൊന്നും കാണാത്ത ഒരു ക്യാരക്ടറാണ്. കോമിക്ക് വായിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ആനിമേഷൻ സീരീസ് കാണുന്ന ആൾക്കാർക്ക് ഈ ക്യാരക്ടറിനെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടായിരിക്കും. കാരണം സ്പൈഡർമാൻ സീരീസിൻ്റെ പല സീനുകളിലും ഇതിനു മുമ്പ് ഈ ക്വാൻറ്റം ബേക്കിനെ കാണിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്പൈഡർമാൻ 3യുടെ സ്റ്റോറീനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഇപ്പോൾ വരുന്ന ഫാർ ഫ്രം ഹോമിൻ്റെയും സ്റ്റോറി വരുന്നത്. കാരണം സ്പൈഡർമാൻ 3യിൽ നമ്മൾ നോക്കിയാൽ അതിലത്തെ ഒരു വില്ലൻ എന്ന് പറയുന്നത് ആ സാൻഡ് മാൻ, ആ സെയിം ഒരു ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇതിൽ വരുന്ന ഒരു വില്ലനും കാണിക്കുന്നുള്ളത്. കാരണം വ്യത്യാസമായിട്ടാണ് കാണിക്കുന്നത്. വെള്ളം, അതുപോലെ തന്നെ മണ്ണ്, വായു, ഈ രീതിയിലൊക്കെയാണ് ആ മോൺസ്റ്ററിനെ ഇതിൽ കാണിക്കുന്നുള്ളത്. ഇനി എല്ലാവരെയും ഡൗട്ടിനുള്ളൊരു ഉത്തരം പറയാം. ഇത് എൻ്റെ ഒരു 90% ഞാൻ ഉറപ്പിച്ച് കഴിഞ്ഞു, അല്ലെങ്കിൽ ഒരു 99% ഞാൻ ഉറപ്പിച്ച് കഴിഞ്ഞു. ഇത് അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാറിന് മുമ്പുള്ളൊരു സ്റ്റോറിയാണ്. നിക് ഫ്യൂരിനെ ഇതിൽ കാണിക്കുന്നുണ്ട്. മാർവൽ മുമ്പ് അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാറിൽ സ്നാപ്പ് ചെയ്തപ്പോൾ പോയ പല ആൾക്കാരും ഈ ക്യാരക്ടർ ഈ ഫാർ ഫ്രം ഹോമിൽ വരുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും അതിനു മുമ്പ് നടന്നൊരു സംഭവമാണ്. കാരണം ഇതൊരു പക്കാ സ്പോയിലറാണ്. അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാറിൻ്റെ എൻഡ് ഗെയിമിൻ്റെ, അതായത് എൻഡ് ഗെയിമിൽ എന്താ നടക്കുന്നതെന്ന് അറിയാത്ത രീതിയിലാണ് ഇപ്പോൾ മാർവലിൻ്റെ എല്ലാ ഫാൻസുകാരും നടക്കുന്നത്. അപ്പോൾ ഇതൊരു പക്കാ സ്പോയിലറായിട്ട് ഒരിക്കലും മാർവൽ അങ്ങനെ ഒരു മണ്ടത്തരം ചെയ്യില്ല. ഇതൊരു നല്ലൊരു മാർക്കറ്റിംഗ് ആണ്. ആ എൻഡ് ഗെയിമിന് കിട്ടാനുള്ള ഒരു ഹൈപ്പിന് വേണ്ടിയിട്ടാണ്. വരാൻ പോകുന്ന പടങ്ങളിൽ നല്ലൊരു കളക്ഷൻ നേടാൻ പോകുന്ന ഒരു സിനിമയായിരിക്കും ഈ നമ്മുടെ എൻഡ് ഗെയിം എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ച് കഴിഞ്ഞു ഇത് അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാറിനാളും മുമ്പ് നടന്ന ഒരു ഇൻസിഡൻ്റ് ആണ്. ഇതിൽ സ്പൈഡർമാൻ്റെ പുതിയ സ്യൂട്ടൊക്കെ കാണിക്കുന്നുണ്ട്. സ്പൈഡർമാനെ നിക് ഫ്യൂരി വിളിച്ചു കൊണ്ടുപോകണമെന്നൊക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. നമുക്കറിയാം സ്പൈഡർമാൻ്റെ സ്യൂട്ടിൻ്റെ കളറ് ബ്ലൂവും റെഡാണ്. ഇതിൽ ബ്ലാക്കും റെഡായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെയാണ് ഞാൻ ഉറപ്പിച്ചത് ഇത് 3നെ ബേസ് ചെയ്തിട്ടായിരിക്കും. വെനം എന്നുള്ള ക്യാരക്ടർ ഇല്ലെങ്കിലും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ക്യാരക്ടേഴ്സിൻ്റെയൊക്കെ വില്ലൻ്റെയൊക്കെ കഥാപാത്രം അതേ രീതിയിൽ, പിന്നെ ഒരു പുതിയ ക്യാരക്ടറിനും അത് നടനാണോ വില്ലനാണോ എന്നുള്ളത് നമുക്കറിയില്ല. ആ മോൺസ്റ്ററായിട്ടുള്ള ഫൈറ്റ് കണ്ടിട്ട് എനിക്ക് സ്പൈഡർമാൻ്റെ ടീമിൽ അല്ലെങ്കിൽ ആളും സ്പൈഡർമാനും കൂടി നിന്നിട്ടുള്ളൊരു രീതിയിലുള്ള ഫിലിം ആയിരിക്കാം ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ട്രെയിലറിനെ കുറിച്ച് പറയാനുള്ളൂ. ഇനി അതിൻ്റെ സെക്കൻഡ് ട്രെയിലറൊക്കെ ഇറങ്ങും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഡൗട്ടായിട്ട് നിൽക്കുന്നതാണ് ടോണി സ്റ്റാർക്കിനെ അതിൽ കാണിക്കുക എന്നുള്ളത്. ടോണി സ്റ്റാർക്കിനെ കാണിക്കാൻ ചാൻസ് കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ക്ലൈമാക്സിലെങ്കിലും ടോണി സ്റ്റാർക്ക് വരാൻ ചാൻസ് ഉണ്ട്.
പക്ഷേ കാസ്റ്റിങ്ങിൽ നോക്കിയിട്ട് ടോണി സ്റ്റാർക്കിനെ കണ്ടില്ല. ഇല്ലെങ്കിലും മാർവലിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു സൂപ്പർ ഹീറോസ് അല്ലെങ്കിൽ ഇത്ര നാൾ ഈ ടീമിലുണ്ടായിരുന്ന MCUവിൻ്റെ ഏതെങ്കിലും ഒരു ക്യാരക്ടർ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രേ പറയാനുള്ളൂ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ആരും ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്യരുത്, കാരണം വീഡിയോ ഇടാൻ ടൈം കിട്ടാത്തതുകൊണ്ടാണ് വീഡിയോ ഇടാഞ്ഞത്. അപ്പോൾ നിങ്ങളൊന്ന് ക്ഷമിക്കുക. നമുക്ക് ഇനി വീഡിയോസ് സിനിമകൾ വരുന്നതന്നെ ഒരുപാട് സിനിമകൾ ഇപ്പോൾ കണ്ടു, അതിൻ്റെ ഒന്ന് റിവ്യൂ ചെയ്യാനുള്ള ടൈം കിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കൊക്കെ അറിയാം, ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാര്യങ്ങൾ എന്തൊക്കെയാണ് സംഭവം എന്നുള്ളത്. അപ്പോൾ നന്ദി.